ഹായ് ഗൈസ്, ഇന്ന് വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോൾ ഓർത്ത് എൻ്റെ വീട്ടിൽ വരെ പോവാൻ. വീട്ടിലിരുന്ന് ബോറടിച്ച് ഗൈസ്. അപ്പം ഞാനും വെച്ചും കൂടി ഇന്ന് വീട്ടിൽ പോവാണേ. ഇതാണ് ഗൈസ് നമ്മുടെ വീട്. പോവാവേ. ഞങ്ങളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരു 10-15-20 മിനിറ്റോളം എടുക്കുമായിരിക്കും. ഇച്ചിരി നടക്കാനുണ്ട്. ഇവിടെ നോക്കി ഈ വഴി കേട്ടോ നമ്മൾ വീട്ടിലോട്ട് പോകുന്നേ. എവിടെ നോക്ക്, ഇവിടെ നോക്കി ഇച്ചുകുട്ടി മടുത്തു പോയല്ലേ. ഒരു കയറ്റം കയറി ഇറങ്ങിയതേ മടുത്ത് ഗൈസ്. ഈ കാണുന്ന 2 റോഡ് കണ്ടോ? ഇതിൽ നേരെ കിടക്കുന്നത് എൻ്റെ വീട്ടിലേക്കും മണ്ടയിലേക്ക് കിടക്കുന്നത് വിഷ്ണേട്ടയുടെ വീട്ടിലേക്കുള്ള വഴിയാട്ടോ, റോഡാട്ടോ. റോഡിന് നടുക്കാണ്ട് കുറേ ആട്ടിൻപറ്റങ്ങൾ. ഞാനും വെച്ചും കുറച്ച് നേരം അതും കണ്ടുകൊണ്ട് നിന്ന് കേട്ടോ. അവിടെ നമ്മൾ പോകുന്ന വഴി ഫുള്ള് 2 സൈഡിലും മരങ്ങളാട്ടോ. എവിടെ നോക്കിയാലും മരങ്ങളേ ഉള്ളൂ. നല്ല രസമാട്ടോ. മമ്മി വന്ന് ഗൈസ്. മമ്മീനെ കിട്ടിയപ്പോ നമ്മളൊന്നും വേണ്ട വെച്ചു. ആഹാ നോക്കിക്കേ. എന്നാ ഷോയാണോ? ആനയാതിരിക്കും. ഈ ഏരിയ ഇല്ലേ, ഇത് ഫുള്ള് കൈതത്തോട്ടം വരുന്നു കേട്ടോ. ഇപ്പം അത് മൊത്തം റബ്ബറായിട്ടുണ്ട്. മമ്മിയും കൊച്ചുമോനും കൂടെയാണ് നടന്നു പോകുന്നത്. വരുന്ന വഴിക്ക് നന്ദ്യാർവട്ടം കണ്ടു കേട്ടോ. നന്ദ്യാർവട്ടത്തിൻ്റെ പൂവില്ലേ, അത് വെച്ച് കണ്ണ് കഴുകാൻ നല്ലതാണെന്നൊക്കെ പറയുന്നത് കേട്ട് അങ്ങനെ കുറച്ച് നന്ദ്യാർവട്ടത്തിൻ്റെ പൂവൊക്കെ പറിച്ചുകൊണ്ട് പോകുന്നു കേട്ടോ. പൂവൊക്കെ പറിച്ചു കേട്ടോ. പിന്നെ ഈ ചെടിയില്ലേ, ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കറിയത്തില്ല ഇതിൻ്റെ പേരെന്തോവാന്നേ. അതറിയാവുന്നവരൊന്ന് കമൻറ്റ് ഇടാൻ മറക്കല്ലേ. നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചെടി. നല്ല ഭംഗിയാണ് കേട്ടോ വഴിയോരത്ത് നിൽക്കുന്നത് കാണാനായിട്ട്. ഇതാ കേട്ടോ നമ്മൾ വന്ന വഴി. ഇതിലേ കേട്ടോ നമ്മൾ നടന്നു വന്നത്. നന്ദ്യാർവട്ടത്തിൻ്റെ പൂ പറിക്കാൻ നിന്നാ കേട്ടോ. 2 പേരും കൂടെ എന്നെ ഇട്ടിട്ട് ഫ്രണ്ടിൽ പോയി. ഇത് ഒരു ടൈപ്പ് ചീരയാണ് കേട്ടോ. മുട്ടച്ചീര എന്ന് ഇവിടെ പറയപ്പെടുന്നത്. ചിരിക്കാം മമ്മി. എന്നാ ചാടാ നിനക്ക്? ചിരിക്കാൻ പറഞ്ഞാൽ ഞാൻ ചിരിച്ചേനെ എന്നെ നോക്കി ചിരിക്കുന്നവൻ. ചിരിച്ചേടി ചിരിച്ചേടി. ഇതില്ല കേട്ടോ. റോഡിലേക്ക് പടർന്ന് കിടക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നേ. നമ്മൾ ഏകദേശം വീടെത്താറായിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ അയൽവക്കമാണ് ഗേസ്. ഈ ഇടത്തെ സൈഡിൽ കാണുന്ന വീടാണ് കേട്ടോ നമ്മുടെ വീട്. എന്തോ പാവയ്ക്ക ഏത് കണ്ടില്ലല്ലോ. ആ മമ്മിയുടെ പാവയ്ക്ക ഗൈസ്. വീടെത്തിയോ? നമ്മുടെ വീട്ടിൽ വന്നേ. കൊതു കടിച്ചിരിക്കുവോ നമ്മുടെ വീട്ടിൽ വന്നേ. ബ്രൂണോ, ബ്രൂണോ, ഹായ് ബ്രൂണോ. നമ്മുടെ ബ്രൂണോ ആണ് ഗൈസ്. അങ്ങനെ വന്നു പെട്ട് ഗൈസ് ഇവിടെ. ഇതൊക്കെ ഞാൻ വരച്ചതാണ് കേട്ടോ. ഇവിടെ ചുമ്മാ ഇരുന്ന സമയത്ത് എൻ്റെ മിക്കി മൗസ്. ഇതെല്ലാം മമ്മിയുടെ ഡെക്കറേഷൻ ആട്ടോ. എല്ലാരും ഉണ്ട്. വീട്ടിൽ വന്നോടിയേ.
എടിയേ നീ എന്നാടി കാണിച്ചത്? അങ്ങനെ അവൻ കുറേ നേരം മമ്മിയുടെ കൂടെ കളിച്ചും ചിരിച്ചും ഒക്കെ ഇരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് എനിക്ക് വിശക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ വന്ന് കഴിയുമ്പോൾ പിന്നെ വിശപ്പിച്ചിട്ട് കൂടുതലാണല്ലോ. അങ്ങനെ ഞാൻ ഓടിപ്പോയി ചോറെടുത്തു. ചോറിന് മമ്മി എന്നോട് പറഞ്ഞു നെല്ലിക്ക അച്ചാറും മോര് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നാൽ. ഇവിടെ വന്നപ്പോൾ പന്നിയിറച്ചി ഉണ്ടായിരുന്നു, മീൻ വറുത്തത് ഉണ്ടായിരുന്നു, മോര് കറി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, ചള്ളാസ് ഉണ്ടായിരുന്നു, എന്ന് വേണ്ട എല്ലാ ഐറ്റം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വേറെ എവിടെ നിന്നൊക്കെ എന്നൊക്കെ കഴിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കി കഴിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ ഉള്ളൊരിതുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റിയല്ലോ കേട്ടോ. അങ്ങനെ വന്നതേ ഞാൻ ചോറെടുത്ത് കറിയെടുത്ത് പിന്നെ അങ്ങോട്ട് വിഴുങ്ങാൻ തുടങ്ങി ഗീസ്. ചോറിനാണെങ്കിൽ ഒടുക്കത്തെ ചൂട്, അതൊക്കെ എങ്ങനെയോ ആർച്ചും പിറക്കിയൊക്കെ എടുത്ത് ഗീസ്. അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. അമ്മീ സൂപ്പർ കറി, എല്ലാ കറിയും നല്ല. പന്നി, നെല്ലിക്ക, മോര്, മോര്, മീൻ വറുത്തത്. മറ്റേ വേണ്ട. ഞാൻ കഴിച്ച നേരം കൊണ്ട് മമ്മി വിച്ചൂസിന് ഫുഡ് കൊടുത്തായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വെച്ചുക്കുട്ടനാണെങ്കിൽ ചിരിയും കളിയൊക്കെ ആയിട്ട് പാഞ്ഞ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ.